അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് പുറത്തേക്ക് നടക്കുവാണ്. അവിടെ തന്നെയുള്ള അരമന ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു. ഒട്ടും സമയം കളയാതെ നേരെ ഓട്ടോ പിടിച്ച സ്ഥലത്തെത്തി. സന്ദീപനി സ്കൂളിലാണ് എക്സാം നടക്കുന്നത്. രാവിലത്തെ എക്സാം കഴിഞ്ഞ് പോകുന്നവരും ഉണ്ട്, അടുത്ത എക്സാമിനായിട്ട് വരുന്നവരും ഉണ്ട്. ഇത്രയും തിരക്കുണ്ടാകുന്ന വേറൊരു മത്സര പരീക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്ര അധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് ഇവിടെ. ഒത്തിരി നേരത്തെ തന്നെ കുട്ടികളെ ലൈനായിട്ട് എക്സാം ഹാളിനകത്തേക്ക് കയറ്റി. പാരൻസിന് കാത്തിരിക്കാനായിട്ട് ഇവിടെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഒത്തിരി ഹാളുകളാണ് ഇവിടെ അതിനായി അവർ റെഡിയാക്കിയിരിക്കുന്നത്. സ്ക്രീനിൽ നമുക്ക് കുട്ടികൾ എക്സാം എഴുതുന്നതും കാണാം. തിരക്ക് കൂടുന്നതിനനുസരിച്ച് ചൂടും നന്നായിട്ട് കൂടുന്നുണ്ട്. അതുമാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. 10 മിനിറ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് അധിക സമയം കാത്തിരിക്കേണ്ട. ഓരോ ടീച്ചേഴ്സിൻ്റെയും പേര് വിളിച്ച് അവരുടെ കുട്ടികളെ ലൈനായിട്ട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ വീണ്ടും ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുട്ടികളെ കളക്ട് ചെയ്ത് നമുക്ക് തിരിച്ചു പോരാം. വളരെ നല്ല രീതിയിൽ നല്ല സൗകര്യങ്ങളുള്ള നല്ലൊരു എക്സാം സെൻറ്റർ. ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത എക്സാമും ഉണ്ട്. 2 ദിവസമായിട്ടാണ് എക്സാം നടന്നത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ളവർക്ക് ഇന്നലെയായിരുന്നു എക്സാം. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ളവരാണ് ഇന്ന് എക്സാം എഴുതുന്നത്. അതും വളരെ നല്ല കാര്യമായിരുന്നു. കുട്ടികൾ വന്നു തുടങ്ങി. എല്ലാവരും ചിരിച്ച് വളരെ സന്തോഷത്തോടെയൊക്കെ വരുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ തിരിച്ചുള്ള ട്രെയിനിൻ്റെ സമയം തിരക്കിയിരുന്നത് കൊണ്ട് വേഗം തന്നെ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങോട്ട് പോയത് വളരെ സൗകര്യത്തോടെ ആയിരുന്നെങ്കിലും തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനിൽ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. എറണാകുളം എത്തിയപ്പോഴാണ് ഓരോരുത്തർക്കായിട്ടിരിക്കാൻ സീറ്റ് കിട്ടി തുടങ്ങിയത്. ഞങ്ങൾക്ക് കമ്പനി തരാനായിട്ട് എവിടെന്നോ വന്നിരിക്കുന്ന ഒരു പൂച്ചയാണിത്. കയ്യിൽ ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല.